ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ സ്യമന്തകമണിയും സത്രാജിത്തും ഭഗവാനും ഈ കഥയാണ് പറയാൻ പോകുന്നത്. ദ്വാരകാധാമത്തിൻ്റെ അധികാരപരിധിയിൽ സത്രാജിത്ത് എന്നൊരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ് സൂര്യദേവൻ്റെ വലിയ ഭക്തനായിരുന്നു. കാലക്രമത്തിൽ സത്രാജിത്ത് സൂര്യദേവനുമായി വളരെ അടുത്ത സൗഹൃദം സ്ഥാപിച്ചു. സന്തുഷ്ടനായ സൂര്യദേവൻ സ്യമന്തകം എന്ന അതിവിശിഷ്ടമായ ഒരു രത്നം സത്രാജിത്തിന് നൽകി. ആ രത്നം കഴുത്തിൽ ധരിച്ചുകൊണ്ട് നടക്കുമ്പോൾ സത്രാജിത്ത് ശരിക്കും സൂര്യദേവനെ പോലെ തേജസ്വിയായി കാണപ്പെട്ടു. ഇതും ധരിച്ച് ഇദ്ദേഹം ദ്വാരകയിൽ പ്രവേശിക്കുമ്പോൾ കൃഷ്ണനെ കാണാൻ സൂര്യദേവൻ ദ്വാരകയിൽ എത്തിയിരിക്കുന്നുവെന്ന് ജനങ്ങൾ കരുതിപ്പോന്നു. കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാകിയാൽ ദേവന്മാർ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തെ സന്ദർശിക്കാനായി എത്തുമായിരുന്നു. അതുകൊണ്ട് സത്രാജിത്ത് വരുമ്പോൾ അത് സൂര്യദേവനാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. എന്നാൽ കൃഷ്ണന് ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയാമായിരുന്നു. ഈ സ്യമന്തകമണി 10 ഭാരത്തിലധികം സ്വർണമാണ് ദിനം പ്രതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതിനു പുറമെ ഈ രത്നം പൂജിക്കപ്പെടുന്നിടത്ത് ഒരിക്കലും ക്ഷാമമുണ്ടാവുകയില്ല എന്നും സൂര്യദേവൻ പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, ഈ രത്നം ഇരിക്കുന്നിടത്ത് മഹാമാരികൾ പോലുള്ള അമംഗളങ്ങൾ ഒന്നും തന്നെ സംഭവിക്കുകയും ഇല്ല. അങ്ങനെ ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു വസ്തുവാണ്. ശ്രേഷ്ഠമായ വസ്തുക്കളെല്ലാം രാജ്യം ഭരിക്കുന്ന രാജാവിനുള്ളതാണെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ ശ്രീകൃഷ്ണൻ ആഗ്രഹിച്ചു. ഉഗ്രസേന മഹാരാജാവ് പല രാജവംശങ്ങളുടെയും അധിപനായിരുന്നു. ഒപ്പം ശ്രീകൃഷ്ണൻ്റെ മുത്തച്ഛനും. സ്യമന്തകരത്നം ഉഗ്രസേന മഹാരാജാവിന് കാഴ്ചയർപ്പിക്കാൻ കൃഷ്ണൻ സത്രാജിത്തിനോട് ആവശ്യപ്പെട്ടു. ശ്രേഷ്ഠമായതൊക്കെ രാജാവിന് സമർപ്പിക്കണമെന്നാണ് ഭഗവാന്റെ വാദം. എന്നാൽ ദേവന്മാരെ ആരാധിക്കുന്ന സത്രാജിത്ത് തികഞ്ഞ ഭൗതികവാദിയായിരുന്നു. അതിനാൽ കൃഷ്ണൻ്റെ അഭ്യർത്ഥന സ്വീകരിക്കുന്നതിനു പകരം പ്രതിദിനം 10 ഭാരം സ്വർണം നൽകുന്ന ആഭരണത്തെ പൂജിക്കുകയാണ് കൂടുതൽ ബുദ്ധിയെന്ന് സത്രാജിത്തിന് തോന്നി. അതുകൊണ്ട് തന്നെ സത്രാജിത്ത് സ്യമന്തകമണി ഉഗ്രസേന മഹാരാജാവിന് കൊടുക്കാൻ താൽപ്പര്യം കാണിച്ചില്ല. അങ്ങനെ ഈ കാര്യം കൊണ്ട് ഇവർ തമ്മിൽ ചെറിയ ഒരു അസ്വാരസ്യം നിലനിന്നിരുന്നു. സത്രാജിത്തിൻ്റെ അനുജൻ പ്രസേനൻ തൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യവും പ്രൗഢിയും പ്രകടിപ്പിക്കാനായി ഒരു ദിവസം തൻ്റെ ജ്യേഷ്ഠനോട് ചോദിച്ച് ആ രത്നം തൻ്റെ സ്വന്തം കഴുത്തിലണിഞ്ഞ് കുതിരപ്പുറത്ത് കയറി തൻ്റെ ഭൗതിക സമൃദ്ധി പ്രകടിപ്പിച്ചുകൊണ്ട് വനത്തിലേക്ക് യാത്രയായി. പ്രസേനൻ ഇപ്രകാരം വനത്തിൽ അങ്ങുമിങ്ങും സഞ്ചരിക്കുമ്പോൾ ഒരു വലിയ സിംഹം അയാളെ ആക്രമിച്ച് അയാളെയും അയാളുടെ കുതിരയെയും കൊന്ന് രത്നവുമായി തൻ്റെ ഗുഹയിലേക്ക് മടങ്ങി. സിംഹം ഗുഹയിലേക്ക് പോകും വഴി വാനരപ്രമുഖനായ ജാംബവാൻ്റെ മുമ്പിൽ ചെന്നുപെട്ടു. ജാംബവാൻ വൃദ്ധനാണ്. കണ്ണ് കാണില്ല. കാഴ്ച വളരെ മങ്ങിയിരിക്കുന്നു. എന്തോ ഒന്ന് തിളങ്ങുന്ന ഒരു വസ്തു സിംഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് ജാംബവാൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒറ്റയടിക്ക് സിംഹത്തിനെ കൊന്നു ജാംബവാൻ. അതിനുശേഷം സിംഹത്തിൻ്റെ വായിലിരുന്ന ആ തിളങ്ങുന്ന വസ്തുവും കൊണ്ട് ജാംബവാൻ തൻ്റെ ഗുഹയിലേക്ക് പോയി. ഈ രത്നം തൻ്റെ പുത്രന് കളിക്കാനായി ജാംബവാൻ കൊടുക്കുകയും ചെയ്തു. പ്രസേനൻ
വനത്തിൽ നിന്നും മടങ്ങിയെത്തിയിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ജ്യേഷ്ഠനായ സത്രാജിത്ത് തികച്ചും ആകുലചിത്തനായി. സഹോദരനെ സിംഹം വധിച്ചതും ആ സിംഹത്തെ ജാമ്പവാൻ കൊന്നതുമായ സംഭവങ്ങളൊന്നും തന്നെ അദ്ദേഹം അറിഞ്ഞില്ല. പകരം കൃഷ്ണൻ ആവശ്യപ്പെട്ടിട്ട് താൻ രത്നം കൊടുക്കാത്തതിനാൽ കൃഷ്ണൻ തൻ്റെ അനുജനായ പ്രസേനനെ വധിച്ചിട്ട് ആ രത്നം പിടിച്ചെടുത്തു കാണുമെന്ന് വിചാരിച്ചു. അതൊരു കിംവദന്തിയായി പടർന്നു. സത്രാജിത്ത് തന്നെ ദ്വാരകയിലെമ്പാടും ഈ വിവരം പ്രചരിപ്പിക്കുകയും ചെയ്തു. കൃഷ്ണൻ പ്രസേനനെ കൊന്ന് രത്നം തട്ടിയെടുത്തെന്ന കിംവദന്തി കാട്ടുതീ പോലെ എങ്ങും വ്യാപിച്ചു. ഇങ്ങനെയൊരു അപകീർത്തി കൃഷ്ണൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് കാട്ടിൽ പോയി സ്യമന്തകം കണ്ടെത്താൻ അദ്ദേഹം തീരുമാനിക്കുന്നു. ഏതാനും ദ്വാരകാ നിവാസികളെയും കൂട്ടത്തിൽ കൊണ്ടുപോയി പ്രസേനനെ അന്വേഷിച്ചു. ദ്വാരകയിലെ പ്രമാണിമാരോടൊത്ത് പ്രസേനനെ തേടി കൃഷ്ണൻ കാട്ടിൽ പ്രവേശിച്ചു. ഒടുവിൽ സിംഹത്താൽ വധിക്കപ്പെട്ട പ്രസേനന്റെ ശരീരം ഭഗവാൻ കണ്ടെത്തി. ആരാണ് പ്രസേനനെ വധിച്ചത് എന്നറിയാനായി ചുറ്റും നോക്കി. അപ്പോൾ സിംഹത്തിൻ്റെ കാലടിപ്പാടുകൾ അവിടെ കണ്ടു. ആ കാൽപ്പാടുകൾ തിരക്കി മുമ്പോട്ട് നടന്നപ്പോൾ അവിടെ ആ സിംഹം ചത്തുകിടക്കുന്നതായി കാണപ്പെട്ടു. പക്ഷേ സിംഹത്തിൻ്റെ അടുത്ത് സ്യമന്തകം കണ്ടതുമില്ല. സിംഹത്തിനെ ആരോ കൊന്നതാണ് എന്ന് മനസ്സിലാക്കി. സിംഹത്തിനെ ആയുധങ്ങളുടെ ഒന്നും സഹായമല്ലാതെ കൈകൊണ്ടടിച്ച് കൊല്ലുകയാണ് എന്നും മനസ്സിലായി. അതിനടുത്തു തന്നെ ഒരു തുരങ്കം കാണപ്പെട്ടു. ആ തുരങ്കത്തിലേക്ക് ഭഗവാൻ പ്രവേശിക്കാൻ തീരുമാനിച്ചു. കൂടെയുള്ളവർക്ക് തുരങ്കത്തിൽ കടക്കാൻ ഭയമായിരിക്കുമെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ അവരെ തുരങ്കത്തിന് വെളിയിൽ നിർത്തിയിട്ട് ജാമ്പവാൻ എന്ന ഋഷത്തെ തേടി ആ തുരങ്കത്തിലേക്ക് പ്രവേശിച്ചു. തുരങ്കത്തിൽ പ്രവേശിച്ചപ്പോൾ ജാമ്പവാന്റെ കുട്ടി ആ വിലപ്പെട്ട സമന്തകരത്നം ഒരു കളിപ്പാട്ടമായി ഉപയോഗിക്കുന്നത് ഭഗവാൻ കണ്ടു. കുട്ടിയുടെ കയ്യിൽ നിന്നും രത്നം കൈവശപ്പെടുത്താനായി കൃഷ്ണൻ അവൻ്റെ മുമ്പിൽ നിന്നു. കുട്ടിയുടെ പരിചാരിക തൻ്റെ മുമ്പിൽ നിൽക്കുന്ന കൃഷ്ണനെ കണ്ട് വിലപ്പെട്ട സമന്തകരത്നം തട്ടിക്കൊണ്ടു പോയാലോ എന്ന് പേടിച്ചു. ഭയം മൂലം അവൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. പരിചാരികയുടെ നിലവിളി കേട്ട് കോപിഷ്ഠനായി ജാമ്പവാൻ രംഗത്തെത്തി. സത്യത്തിൽ ജാമ്പവാൻ തികഞ്ഞ കൃഷ്ണഭക്തനായിരുന്നു. എന്നാൽ രോഷഭാവത്തിലായിരുന്നതിനാൽ തൻ്റെ നാഥനെ തിരിച്ചറിയാൻ ജാമ്പവാന് കഴിഞ്ഞില്ല. വെറുമൊരു സാധാരണ മനുഷ്യനായിട്ടേ അദ്ദേഹത്തെ കരുതിയുള്ളൂ. കാമക്രോധ ലോഭങ്ങൾ ഹൃദയത്തിൽ സമാന്തരമായി വളർന്ന് ഒരുവൻ്റെ ആധ്യാത്മിക മാർഗത്തിലെ പുരോഗതിക്ക് തടയിടുന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തൻ്റെ നാഥനെ തിരിച്ചറിയാൻ കഴിയാത്ത ജാമ്പവാൻ ആദ്യം തന്നെ അദ്ദേഹത്തിനെതിരെ പോർവിളി നടത്തി. തുടർന്ന് ബദ്ധവൈരികളായ രണ്ട് കഴുകന്മാരെ പോലെ കൃഷ്ണനും ജാമ്പവാനും തമ്മിൽ വലിയ ഒരു യുദ്ധം നടന്നു. ഭക്ഷിക്കാൻ കൊള്ളാവുന്ന ഒരു മൃതശരീരം കാണുമ്പോൾ ഇരയെ ചൊല്ലി കഴുകന്മാർ പോരടിക്കാറുണ്ട്. കൃഷ്ണനും ജാമ്പവാനും തുടക്കത്തിൽ ആയുധങ്ങൾ കൊണ്ടാണ് യുദ്ധം ചെയ്തത്. അതിനെ തുടർന്ന് കല്ലുകൾ, വൃക്ഷങ്ങൾ എന്നിവ കൊണ്ടും തുടർന്ന് കൈകൾ കൊണ്ടും ഒടുവിൽ പരസ്പരം മുഷ്ടി ചുരുട്ടിയും ഇടി തുടങ്ങി. ഓരോ ഇടിയും ഇടുത്തീ പോലെയായിരുന്നു. ഇരുവരും എതിരാളിയുടെ മേൽ വിജയം പ്രതീക്ഷിച്ചു. എന്നാൽ അനേകം ദിനരാത്രങ്ങൾ യുദ്ധം തുടർന്നു. അങ്ങനെ യുദ്ധം 28 ദിവസം നീണ്ടുനിന്നു. ആ കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും ശക്തനായിരുന്നു
ജാംബവാൻ. എങ്കിലും അയാളുടെ ശരീരാവയവങ്ങളുടെ സന്ധിബന്ധങ്ങൾ ശിഥിലമായി. ശ്രീഹരി വിഷ്ണുവിൻ്റെ ശക്തിയായ ഇടിയേറ്റ് ശരീരം ആകെ തളർന്നു, വിയർപ്പിൽ മുങ്ങി. ഇതുകണ്ട് ജാംബവാൻ അത്ഭുതപ്പെട്ടു. തന്നെ തളർത്തുന്ന ഈ എതിരാളി ആരാണ്? തൻ്റെ അതിമാനുഷമായ ദേഹശക്തിയെക്കുറിച്ച് ജാംബവാന് നല്ല ബോധമുണ്ടായിരുന്നു. എന്നാൽ കൃഷ്ണൻ്റെ പ്രഹരമേറ്റ് അവശനായപ്പോൾ തനിക്കാരാധ്യനായ പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ അല്ലാതെ മറ്റാരുമല്ല ഇതെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി തുടങ്ങി. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവത്തിന് സവിശേഷമായ പ്രാധാന്യമുണ്ട്. തുടക്കത്തിൽ ജാംബവാന് കൃഷ്ണനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ ആ സമയത്ത് ഭൗതികമായ ആസക്തിയാൽ കാഴ്ച മങ്ങിപ്പോയിരുന്നു. അദ്ദേഹത്തിന് സ്വന്തം മകനോട് അമിതമായ വാത്സല്യവും പുത്രന് കളിക്കാൻ കൊടുത്ത ആ സാധനം മറ്റാരെങ്കിലും തട്ടിക്കൊണ്ടു പോകുമോ എന്നുള്ള ഭയവും ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ കൃഷ്ണൻ അവിടെ എത്തിയത് രത്നം കൈക്കലാക്കാൻ വേണ്ടിയാണെന്നോർത്ത് അദ്ദേഹം കോപാകുലനുമായിരുന്നു. ഇതുതന്നെയാണ് ഭൗതികാവസ്ഥ. ശാരീരികമായ ശക്തിയുണ്ടെങ്കിലും ഭഗവാനെ മനസ്സിലാക്കാൻ അത് പോരാ. തമാശയ്ക്ക് വേണ്ടി തൻ്റെ ഭക്തനുമായി കളിയായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു ഇവിടെ ഭഗവാൻ. അത് ഭഗവാന്റെ ഒരാഗ്രഹവും ആയിരുന്നു. ഒരു മനുഷ്യജീവിയുടെ എല്ലാത്തരം പ്രവണതകളും ചേതനകളും ഉള്ളയാളാണ് പരമദിവ്യോത്തമ പുരുഷനെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. തൻ്റെ ശരീരശക്തി പ്രകടിപ്പിക്കാനായി ചിലപ്പോൾ ഉത്സാഹത്തോടെ അദ്ദേഹം യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കാറുമുണ്ട്. ഇത്തരത്തിൽ ജാംബവാനുമായി ഒരു യുദ്ധകേളിയുടെ രസം ഭഗവാൻ ആഗ്രഹിച്ചിരുന്നു. സ്വഭാവേന തന്നെ കൃഷ്ണഭക്തനായിട്ടും തൻ്റെ ശരീരശക്തി കൊണ്ട് ഭഗവാന് സേവനമനുഷ്ഠിക്കുമ്പോൾ ജാംബവാന് കൃഷ്ണനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. എന്നാൽ ഭഗവാൻ യുദ്ധത്തിൽ സംപ്രീതനായതോടെ തൻ്റെ എതിരാളി സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണെന്ന് ജാംബവാന് ബോധ്യമാവുകയും ചെയ്തു. എന്താണ് ഇതിൽ നിന്നും നാം അനുമാനിക്കേണ്ടത്? ചിലപ്പോൾ യുദ്ധത്തിലൂടെയും ഭഗവാൻ സംപ്രീതനാകാറുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഭഗവാന് ആദ്യം തന്നെ ജാംബവാനോട് താൻ ആരാണ് എന്ന് ബോധ്യപ്പെടുത്താമായിരുന്നു. പക്ഷേ ഈ യുദ്ധം ഭഗവാൻ ആസ്വദിക്കുകയാണ് ചെയ്തത്. ജാംബവാൻ തൻ്റെ കണ്ണ് പതിയെ തുറന്നു. അപ്പോൾ ജാംബവാന് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീമാൻ നാരായണനെ ദർശിക്കാനായി സാധിച്ചു. കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് ജാംബവാൻ കൃഷ്ണനോട് പറഞ്ഞു, പ്രിയപ്പെട്ട പ്രഭോ, അങ്ങ് ആരാണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി. പരമദിവ്യോത്തമ പുരുഷനായ മഹാവിഷ്ണുവാണങ്ങ്. വീര്യം, ഐശ്വര്യം, സൗന്ദര്യം, യശസ്, ജ്ഞാനം, വൈരാഗ്യം എന്നിവയുടെ എല്ലാം ആദിമ സ്രോതസ്സാണങ്ങ്. സർവേശ്വരൻ എല്ലാത്തിൻ്റെയും പ്രഭവസ്ഥാനമാണ് എന്നുദ്ഘോഷിക്കുന്ന വേദാന്ത സൂത്രം ജാംബവാന്റെ ഈ പ്രസ്താവം സ്ഥിരീകരിക്കുന്നുണ്ട്. കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വിഷ്ണു തന്നെയാണെന്ന് ജാംബവാൻ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ട ഭഗവാനെ, ഈ ഉള്ളവൻ്റെ തെറ്റ് അങ്ങ് ക്ഷമിക്കണമേ. അങ്ങ് തന്നെയാണ് സകല പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടി. ഈ വിധം പറഞ്ഞ് ജാംബവാൻ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ജാംബവാൻ വീണ്ടും പറഞ്ഞു, അങ്ങ് എൻ്റെ പ്രഭു ശ്രീരാമചന്ദ്രനല്ലാതെ മറ്റാരുമല്ലെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അത്രയ്ക്ക് അപരിമേയമായ ശക്തി മറ്റാർക്കുമില്ല.
മറ്റാർക്കും എന്നെ ഇതുവരെ തോൽപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല. ഈ വിധം പറഞ്ഞ് വീണ്ടും ജാംബവാൻ ശ്രീഹരി വിഷ്ണുവിനെ നമസ്കരിച്ചു. ജാംബവാന്റെ വാക്കുകളിലും പ്രാർത്ഥനകളിലും ഭഗവാൻ സംപ്രീതനായി. ജാംബവാന്റെ ശരീരവേദനയ്ക്ക് ആശ്വാസം പകരാനായി തൻ്റെ അരവിന്ദ സമാനമായ കരതലം കൊണ്ട് അദ്ദേഹം ജാംബവാന്റെ ദേഹം മുഴുവൻ തലോടി. അതോടെ കൊടിയ യുദ്ധം മൂലമുണ്ടായ ശരീരക്ഷീണത്തിൽ നിന്നും ജാംബവാന് ആശ്വാസം ലഭിച്ചു. താൻ ഇവിടെ എത്തിയത് സ്യമന്തകരത്നത്തിന് വേണ്ടിയാണെന്നും അതിനു കാരണം സ്യമന്തകരത്നം മോഷ്ടിക്കപ്പെട്ടതിനാൽ അല്പബുദ്ധികൾ തൻ്റെ കീർത്തിക്ക് കളങ്കമുണ്ടാക്കിയെന്നും കൃഷ്ണൻ ജാംബവാനെ അറിയിച്ചു. ദുഷ്കീർത്തിയിൽ നിന്നും മോചനം നേടുന്നതിനായി സ്യമന്തകരത്നം ആവശ്യപ്പെടാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് ഭഗവാൻ തുറന്നു പറഞ്ഞു. ജാംബവാന് കാര്യങ്ങൾ ബോധ്യമായി. അതിനാൽ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ സ്യമന്തകരത്നം മാത്രമല്ല, തൻ്റെ വിവാഹപ്രായമായ പുത്രി ജാംബവതിയെയും ഭഗവാന് സമർപ്പിച്ചു. ജാംബവതിയുടെ വിവാഹം, സ്യമന്തകരത്നത്തിൻ്റെ സമർപ്പണം എന്നീ ഉപാഖ്യാനങ്ങൾ പർവ്വതഗുഹയിൽ വെച്ച് പര്യവസാനിച്ചു. കൃഷ്ണനും ജാംബവാനും തമ്മിലുള്ള യുദ്ധം 28 ദിവസം നീണ്ടു നിന്നെങ്കിലും ദ്വാരകാ നിവാസികൾ 12 ദിവസമാണ് തുരങ്കത്തിന് വെളിയിൽ കാത്തുനിന്നത്. തുടർന്ന് അഭികാമ്യമല്ലാത്ത എന്തോ സംഭവിച്ചിട്ടുണ്ടായിരിക്കാമെന്ന് അവർ കരുതി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിയാൻ പറ്റാത്തതിനാൽ അത്യന്തം ക്ഷീണിതരും ദുഃഖിതരുമാണ് അവർ. അതിനുശേഷം അവർ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി. ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ജാംബവാൻ ഭഗവാനോട് അഭ്യർത്ഥിച്ചു, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണ, അങ്ങ് എൻ്റെ പ്രഭുവിൻ്റെ രൂപത്തിൽ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം. ജാംബവാന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായി ഭഗവാൻ ശ്രീഹരി ശ്രീരാമചന്ദ്രൻ്റെ രൂപത്തിൽ ജാംബവാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ജാംബവാൻ വീണ്ടും വീണ്ടും 1000 കോടി പ്രണാമങ്ങൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അർപ്പിച്ചു. കൃഷ്ണനെ കൂടാതെ ദ്വാരകയിലെത്തിയ പൗരന്മാർ ദ്വാരകാനിവാസികളോട് കൃഷ്ണന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. കൃഷ്ണൻ്റെ മാതാവ് ദേവകി, പിതാവ് വസുദേവർ, പട്ടമഹർഷി രുക്മിണി എന്നിവർ, കൊട്ടാരത്തിലുള്ള മറ്റു ബന്ധുക്കൾ, മിത്രങ്ങൾ എന്നിവർ അതീവ ദുഃഖിതരായി. കൃഷ്ണനോടുള്ള സ്വാഭാവികമായ വാത്സല്യം മൂലം അവർ സത്രാജിത്തിനെ ശകാരിച്ച് സംസാരിച്ചു. എന്തെന്നാൽ കൃഷ്ണൻ്റെ തിരോധാനത്തിന് കാരണം അയാളാണല്ലോ. കൃഷ്ണൻ തിരിച്ചു വരാൻ വേണ്ടി ചന്ദ്രഭാഗാദേവിയെ ദ്വാരകാനിവാസികൾ പ്രാർത്ഥിച്ചു. സംതൃപ്തയായ ദേവി അവരെ അനുഗ്രഹിച്ചു. അതേസമയം തൻ്റെ നവവധു ജാംബവതിയോടുമൊത്ത് ഭഗവാൻ രംഗത്തെത്തി. മരിച്ചുപോയ ബന്ധു തിരിച്ചെത്തിയാലുണ്ടാകുന്ന സന്തോഷമായിരുന്നു ദ്വാരകാനിവാസികൾക്ക് മുഴുവൻ. യുദ്ധത്തിൻ്റെ ഫലമായി കൃഷ്ണൻ കഷ്ടപ്പാടിൽ പെട്ടിരിക്കുമെന്ന് അവർ കരുതി. അതിനാൽ അദ്ദേഹം മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുതിയ വധുവായ ജാംബവതിയുമായി കൃഷ്ണൻ മടങ്ങിയെത്തിയിരിക്കുന്നു. തുടർന്ന് ഉഗ്രസേന മഹാരാജാവ് പ്രധാന രാജാക്കന്മാരുടെയും പ്രമാണികളുടെയും ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി. ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ സത്രാജിത്തും ഉണ്ടായിരുന്നു. ജാംബവാന്റെ കയ്യിൽ നിന്നും രത്നം വീണ്ടെടുത്ത സംഭവം കൃഷ്ണൻ സഭയിൽ വിശദീകരിച്ചു. ഈ അമൂല്യ രത്നം സത്രാജിത്തിന് തിരിച്ചു കൊടുക്കണമെന്നായിരുന്നു അദ്ദേഹം
ഉദ്ദേശിച്ചത്. എന്നാൽ കൃഷ്ണനെക്കുറിച്ച് അപവാദം പറഞ്ഞു പരത്തിയതിനാൽ സത്രാജിത്ത് ലജ്ജിതനായിരുന്നു. രത്നം കയ്യിൽ വാങ്ങി അയാൾ ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിന്നു. തുടർന്ന് രത്നവുമായി സ്വന്തം ഗൃഹത്തിലേക്ക് മടങ്ങി. കൃഷ്ണനെ അപകീർത്തിപ്പെടുത്തുക എന്ന ഹീനകർമ്മം ചെയ്തതിൻ്റെ ദോഷത്തിൽ നിന്നും സ്വയം എങ്ങനെ ശുദ്ധീകരിക്കാമെന്ന് ചിന്തിച്ചു. കൃഷ്ണനെ പിണക്കുക എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ്. ആ കൃത്യം ചെയ്തതിനെക്കുറിച്ച് അയാൾ ബോധവാനായിരുന്നു. കൃഷ്ണന് തന്നോട് വീണ്ടും സന്തോഷം തോന്നാൻ എന്തെങ്കിലും പരിഹാരം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നി. വെറുമൊരു ഭൗതിക വസ്തുവായ സ്യമന്തകരത്നത്തിൽ ആകൃഷ്ടനായി വിഡ്ഢിയായ താൻ സ്വയം സൃഷ്ടിച്ച ഉത്കണ്ഠയിൽ നിന്നും മുക്തി നേടാൻ സത്രാജിത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. കൃഷ്ണനോട് കാണിച്ച തെറ്റിൽ അയാൾ ദുഃഖിതനായിരുന്നു. അത് തിരുത്താൻ അയാൾക്ക് തീവ്രമായ ആഗ്രഹവുമുണ്ട്. ഉള്ളിൽ നിന്ന് കൃഷ്ണൻ അയാൾക്ക് സൽബുദ്ധി നൽകി. അതിൻ്റെ ഫലമായി സ്യമന്തകരത്നവും ഒപ്പം തൻ്റെ സുന്ദരിയായ പുത്രി സത്യഭാമയെയും കൃഷ്ണന് നൽകാൻ സത്രാജിത്ത് തീരുമാനിക്കുന്നു. തൽക്കാലത്തെ സ്ഥിതിക്ക് ആശ്വാസമരുളാൻ മറ്റു പോംവഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ കൃഷ്ണനുമായി തൻ്റെ മകളുടെ വിവാഹം നടത്താനുള്ള ഒരുക്കം തുടങ്ങി. രത്നവും പുത്രിയെയും പരമദിവ്യോത്തമ പുരുഷന് ദാനമായിട്ടാണ് അയാൾ നൽകിയത്. സത്യഭാമ യോഗ്യയും അത്യന്തം സൗന്ദര്യവതിയുമായതിനാൽ അനേകം രാജാക്കന്മാർ അവളെ പാണിഗ്രഹണം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. എന്നിട്ടും സത്രാജിത്ത് യോഗ്യനായ ഒരു ജാമാതാവിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കൃഷ്ണന്റെ അനുഗ്രഹത്താൽ തൻ്റെ പുത്രിയെ കൃഷ്ണന് തന്നെ വിവാഹം ചെയ്തു കൊടുക്കാൻ അയാൾ തീരുമാനിക്കുന്നു. സത്രാജിത്തിൽ സംപ്രീതനായ ഭഗവാൻ ശ്രീഹരി വിഷ്ണു തനിക്ക് സ്യമന്തകരത്നത്തിൻ്റെ ഒരാവശ്യവുമില്ലെന്ന് സത്രാജിത്തിനെ അറിയിക്കുന്നു. നിങ്ങൾ ചെയ്തിരുന്നതുപോലെ അത് ക്ഷേത്രത്തിൽ തന്നെ വെച്ച് പൂജിക്കുന്നതാണ് ഉത്തമം. അങ്ങനെയായാൽ നമുക്കെല്ലാവർക്കും അതിൻ്റെ നേട്ടമുണ്ടാകും. ഈ രത്നം അതിൻ്റെ സാന്നിധ്യം മൂലം ദ്വാരകയിൽ അതിശൈത്യം, അത്യുഷ്ണം, മഹാമാരി തുടങ്ങിയ യാതൊരു പ്രകൃതിക്ഷോഭങ്ങളും ദുരിതങ്ങളും ഉണ്ടാവുകയില്ല. ഈ വിധം പറഞ്ഞ് സത്രാജിത്തിന് സ്യമന്തകമണി തിരിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ പുത്രിയായ സത്യഭാമയെ ഭഗവാൻ സ്വീകരിക്കുന്നു. ഹരേ കൃഷ്ണ. സ്യമന്തകമണിയുടെയും സത്രാജിത്തിൻ്റെയും ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിൻ്റെയും സത്യഭാമയുടെയും ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വിനായക ചതുർത്ഥി ദിവസത്തിൽ ഭഗവാൻ അറിയാതെ ചന്ദ്രഭഗവാനെ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെയൊരു ചാള്യത ഭഗവാൻ ഉണ്ടായതെന്ന്. നമ്മൾ പറയും മനുഷ്യർക്ക് മാത്രമാണ് പല ദുരിതങ്ങളും ഉണ്ടാകുന്നതെന്ന്. പക്ഷേ ഭഗവാന് പോലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളെപ്പറ്റി ആളുകൾ അപവാദം പറയുന്നു. അത് കേൾക്കുമ്പോൾ നമ്മൾ വിഷമിക്കുന്നു. മനുഷ്യരങ്ങനെയാണ്. ഭഗവാനെ പറ്റി പോലും മനുഷ്യർ അപവാദം പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒരു ദിവസം കലങ്ങിത്തെളിയുമെന്ന് ഭഗവാൻ വിശ്വസിച്ചതുപോലെ നമ്മളും വിശ്വസിക്കുക. ഓരോ കഥയിൽ നിന്നും നമ്മൾ ഓരോ പാഠങ്ങളാണ് ഉൾക്കൊള്ളേണ്ടത്. ഒന്നും ആരെപ്പറ്റിയും അറിയാതെ അപവാദം പറഞ്ഞ് പരത്തരുത്. അങ്ങനെ പരത്തിയാൽ അതിൻ്റെ ഫലം വളരെ വലുതായിരിക്കും. ഇതിനു മുമ്പ് നമ്മളൊരു കഥയിട്ടിരുന്നു, പാക്കനാരുടെയും ഭാര്യയുടെയും കഥ. അപവാദം പറയുന്നതിനെ പറ്റി, അപവാദം പറയുന്നവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പാക്കനാർ പറഞ്ഞ ആ കഥ നമ്മുടെ ചാനലിലുണ്ട്. പ്ലേലിസ്റ്റിൽ കഥകൾ എന്ന് പറയുന്നൊരു ഫോൾഡറുണ്ട്. ആ ഫോൾഡറിനകത്ത് ധാരാളം കഥകളുണ്ട്. കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ കഥ കേൾക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഹരേ കൃഷ്ണ.